ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ചയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും ഈ കാലഘട്ടത്ത് ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രം നമുക്ക് കരയേറ്റാം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം നമ്മെ നടത്തി. കർത്താവ് നമ്മെ കാണുന്നു, കർത്താവ് നമ്മെ അറിയുന്നു. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ആവശ്യഭാരങ്ങളിലും അനർത്ഥങ്ങളിലും വിഷമതകളിലും ഒക്കെ നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമാണ്. നമ്മളെ കൈവിടുകയില്ല. സത്യമായി തന്നെ അന്വേഷിക്കുന്ന മക്കളെ ഒരിക്കലും ദൈവം വെറും കൈയോടായി അയക്കുന്നില്ല. വേണ്ടുവോളം ദൈവിക കൃപ, ആത്മീക നന്മകൾ, സന്തോഷം, സമാധാനം, ദൈവിക സംരക്ഷണമൊക്കെ ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടോ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്ദേശം കർത്താവിനെ അറിയുകയും കർത്താവിനെ മനസ്സിലാക്കുകയും കർത്താവിനോടൊപ്പം ഇരിക്കുന്ന അനുഭവത്തിൽ തന്നെ ആയിരിക്കണം. ബാക്കിയെല്ലാം ദൈവം നമുക്ക് ഒരുക്കി തരും. നമുക്ക് വേണ്ടുന്നത് എന്തെന്ന് ദൈവം അറിയുന്നു. വചനം നമ്മെ പഠിപ്പിക്കുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും അവൻ നിങ്ങൾക്ക് നൽകും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ടുകൊള്ളും. ദൈവം നമ്മെ കരുതും, നടത്തും, പരിപാലിക്കും. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധിപ്പാനും വചനം കേൾക്കുവാനും ഒരു നാൾ കൂടെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹപൂർണ്ണമായി സഹായിക്കണമേ. ഞങ്ങളോട് പറയണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ചിന്തകളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിനും നിത്യജീവനും പ്രയോജനകരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിന് ഒടുവിലുള്ള ചോദ്യം ഇപ്രകാരമായിരുന്നു: ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ ആദ്യം കല്ലറയ്ക്കൽ എത്തിയത് ആരായിരുന്നു എന്നതായിരുന്നു ചോദ്യം. എല്ലാവരും ശരിയുത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഗ്ദലക്കാരത്തി മറിയായിരുന്നു ആദ്യം കല്ലറയ്ക്കലെത്തിയത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അധികമായ നന്മകളാൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് ചിന്താവിഷയം ബുദ്ധിഹീനരായ ക്രിസ്ത്യാനികൾ എന്ന ആധുനിക പദപ്രയോഗമാണ് ഞാൻ ആ ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ന പദം ഞാൻ ഇന്നത്തെ കാലത്തിന് അനുസൃതമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ബുദ്ധിഹീനരായ ക്രിസ്ത്യാനികൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നത് വിശ്വാസമാകുന്നു, ഫെയ്ത്ത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്നത് തന്നെ വിശ്വാസത്താലാകും. അതിൻ്റെ ഫണ്ടമെൻ്റൽ തിങ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആകും. ഈ ഫെയ്ത്ത് നമ്മളിലേക്ക് വരുന്നത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് കേൾവിയാലാകും. അപ്പോൾ വിശ്വാസം നമുക്ക് വരുന്നത് കേൾവിയാൽ, കേൾവി വരുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനം. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസം നമ്മിൽ രൂപപ്പെടുവാൻ കാരണമായിരിക്കുന്ന ഹോളി വേർഡ് ഓഫ് ഗോഡ്, പരിശുദ്ധമായ സത്യവേദ പുസ്തകം. അപ്പോൾ ഈ ദൈവവചനത്തെ എത്രത്തോളം നാം മനനം ചെയ്യുന്നുവോ, എത്രത്തോളം ഗ്രഹിക്കുന്നു, അത്രത്തോളം നമ്മൾ വിശ്വാസം ദൃഢപ്പെടുവാനും അത് വളരുവാനും സഹായകമായി തീരും എന്നതാണ്. ഈ വേദഭാഗം പരിശോധിച്ചാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യെരുശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാരുടെ പ്രയാണമാണ്. പ്രത്യേകിച്ചും മനസ്സിലാക്കുന്നത് കഷ്ടാനുഭവ ആഴ്ച അല്ലേ, ഹോശന്ന ഞായർ തുടങ്ങി ആ ദുഃഖവെള്ളി വരെ, ഗുഡ് ഫ്രൈഡേ വരെ, കർത്താവിനെ ക്രൂശിച്ച നാൾ. അപ്പോൾ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചവരായ 2 ശിഷ്യന്മാർ ഇതാ എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. എമ്മവൂസ് എന്ന തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവർ നടന്നു ചെല്ലുന്നത്. ബൈബിൾ പറയുന്നത് ഇവർ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുകയിൽ
ഉയിർത്ത ക്രിസ്തു അവരോടൊപ്പം നടക്കുകയാണ്. അപ്പോൾ അവർ ചിന്തിച്ചത് അതൊരു വഴിപോക്കനായിരിക്കും, വഴിയാത്രക്കാരനായിരിക്കും. അങ്ങനെ കരുതി യേശുവിനെയും കൂടെ കൂട്ടുകയാണ്. അങ്ങനെ പോകുമ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വഴി നടന്ന് സമ്പാദിക്കുന്ന കാര്യം എന്താകുന്നു നിങ്ങൾ പരസ്പരം പറയുന്നത്? ആ സമയത്ത് യേശുവിനോടൊപ്പം നീ മാത്രം ഈ വിഷയത്തെക്കുറിച്ച് അറിയാതിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം അവിടെ അവർ വിവരിക്കുകയാണ്. എല്ലാവരും വിവരിച്ച ശേഷം അവർ പറയുകയാണ്, ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ്, ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത് 33.5 വയസ്സിൽ മരണപ്പെട്ടു പോകും, യേശു ക്രിസ്തു മരണപ്പെട്ടു പോകും എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഞങ്ങൾ ചിന്തിച്ചത് അബ്രഹാമിനെ പോലെയൊക്കെ അല്ലെങ്കിൽ മോസസിനെ പോലെയൊക്കെ അല്ലേ, ദീർഘകാലം. അബ്രഹാമൊക്കെ 175 വർഷക്കാലം അല്ലേ, മോസസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ദീർഘവർഷം ഇവർ ജീവിച്ച്, കർത്താവായ യേശു ജീവിച്ച് ഇസ്രയേൽ ജനത്തെ പൂർണ്ണമായും വീണ്ടെടുക്കും എന്നാണ് പ്രത്യാശിച്ചിരുന്നത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇതാ വേഗത്തിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഇതാ ഒരു മരണം അല്ലേ, ഇതാ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായും തൻ്റെ ജീവിതത്തെ തുടച്ച് നീക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ദുഃഖം ഞങ്ങൾക്കുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവർ എന്ന് ആശിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ കോൺവെർസേഷനിൽ, ഇവരുടെ സംവാദത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒന്ന്, ഇവർ ന്യായപ്രമാണം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു, വ്യക്തമായല്ല, അവർ മനസ്സിലാക്കിയിരുന്നു. 2, ഇവർ യെരുശലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു ധാരണ അവർക്ക് ലഭിച്ചിരുന്നു. 3, ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഘട്ടം വരെയുള്ള പ്രവർത്തനങ്ങളെ അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ യേശു പറഞ്ഞ മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. യേശു അവരെ പറഞ്ഞത്, അഭിസംബോധന ചെയ്തത്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഈ പദപ്രയോഗം നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്, ക്രിസ്തു ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ. കാരണം പറയുന്നത് ബുദ്ധിഹീനരെ, നമ്മെ ആരെങ്കിലും നോക്കി ബുദ്ധിയില്ലാത്തവളെ എന്ന് വിളിച്ചാൽ നമുക്ക് അവരോട് തോന്നുന്ന പ്രതികരണം എന്തായിരിക്കും? അവരോട് കാണിക്കുന്ന പ്രതികരണം. 2, മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത്, അത് കുറച്ചുകൂടെ ഡീപ്പാണ് അല്ലെ, ആഴത്തിലുള്ള ഒരു പദപ്രയോഗമാണ്, മന്ദബുദ്ധികളെ എന്ന്. അപ്പോൾ യേശു ഇത് നൽകിയ, ഇത് പറയുവാൻ കാരണം യേശു അത്രയധികം, കാരണം ഈ ജനം ദൈവത്തിൻ്റെ ജനമെന്ന് സോക്കോൾഡ് നിൽക്കുന്നവരാണ്. എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു ഭാഗമാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമെന്നും ദൈവത്തിൻ്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടവരെന്നും പറഞ്ഞ് ധൈര്യത്തോടെ ബലത്തോടെ വീമ്പിളക്കിക്കൊണ്ട് അപ്രകാരം നടക്കുന്ന ഒരു കൂട്ടരായിരുന്നു. പക്ഷെ ഇവർക്കുള്ളിൽ വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും ഒന്നും അറിവില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയിരുന്നു, പക്ഷെ പൂർണ്ണമായി ഇവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് യേശുവിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം ന്യായപ്രമാണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു, പക്ഷെ പൂർണ്ണമായ ഒരു വ്യക്തത ഇവർക്കില്ലായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ്, ബൈബിൾ എന്ന സത്യത്തെ നമുക്കറിയാം, പക്ഷേ വ്യക്തമായ ധാരണയില്ലാതെ ജീവിക്കുന്നവരാണ് അധികം സോക്കോൾഡ് ക്രിസ്ത്യാനികൾ എന്ന് വിളിപ്പേരുള്ളവർ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അറിയേണ്ട വണ്ണം സത്യവേദ പുസ്തകത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് യേശു ശാസിക്കുന്നത്. ഇത് 2 ശിഷ്യന്മാരാണ്. ഒന്ന് ചിന്തിക്കണേ, അവർ ഒരുപാട് കാര്യങ്ങൾ ന്യായപ്രമാണത്തിലുള്ളതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ്, ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുള്ളതൊക്കെ സംസാരിക്കുകയാണ്. ഒരിക്കലും അവരെ നമുക്ക് മോശം പറയാൻ കഴിയും, പക്ഷേ ആ യഥാർത്ഥ മർമ്മത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതിനുള്ള അന്തസത്ത, അവരുടെ മിസ്റ്ററി, രഹസ്യത്തെ അവർക്ക് കാണുവാൻ കഴിയാതെ, കേൾക്കുവാൻ കഴിയാതെ, ഉണരുവാൻ കഴിയാതെ പോകുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, ദൈവിക വചനങ്ങളിലെ ദൈവിക പ്രവൃത്തിയിലെ മർമ്മം, ആ രഹസ്യം, അത് നാം മനസ്സിലാക്കണം, നാം കേൾക്കണം, അറിയണം, ഉണരണമെന്നാണ്
കർത്താവ് യേശു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസംഗങ്ങളിലെല്ലാം ഞാൻ സൂചിപ്പിച്ചു വന്ന അത് തന്നെയാണ്. ഗ്രഹിക്കാത്തവർ, മനസ്സിലാക്കാത്തവർ, അതിൻ്റെ മർമ്മം ഉണരാത്തവർ. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ നാം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിനുള്ള അന്തസത്ത എന്താണ്, വാസ്തവത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഉണരുവാൻ നമുക്ക് കഴിയണം. അത് ഇന്നത്തെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എന്താണ് ദൈവിക പദ്ധതി എന്ന് ഉണരുവാൻ, അത് നമ്മുടെ ഇമാജിനേഷനിലല്ല. ഒരു വിഭാഗം ദൈവമക്കൾ, ദൈവദാസർ, ദൈവജനമൊക്കെ സങ്കല്പിച്ചുകൊണ്ട് സാങ്കല്പിക ലോകത്താവ് ജീവിക്കുന്നത്. ദൈവവചനം ഒരിക്കലും സാങ്കല്പികമല്ല. ദൈവവചനത്തിൻ്റെ ദൈവിക വെളിപ്പാടുകൾ സാങ്കല്പികമല്ല. കാരണം എവിടെയെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അത് ഇന്നതായിരിക്കാമെന്ന് ഒരു വചനത്തെ പ്ലക്ക് ചെയ്തെടുത്ത് അതിനെ പറിച്ചെടുത്ത് അതുമായി ബന്ധിപ്പിക്കുന്ന അതല്ല ദൈവം ഇവിടെ അർത്ഥമാക്കുന്നത്. സിസ്റ്റമാറ്റിക്കൽ വേ ഈ ലോകത്ത് ആദ്യം മുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും അവൻ്റെ പദ്ധതിയും പ്രകാരം കാര്യങ്ങൾ നടക്കുന്നു എന്ന പരിപൂർണമായ ബോധ്യം നമുക്കുണ്ടാകണം. ഇത് നമ്മിൽ ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, വേദപുസ്തകത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമുക്കുള്ളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. ബുദ്ധിയോടരുത്, ആത്മാവിനാലുള്ള പഠനങ്ങൾ നമുക്ക് സാധ്യമാകണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മനഃപ്പാഠമായ ഒരു വാക്യം പറഞ്ഞു കൊടുക്കുന്നതല്ല, അതിനും അപ്പുറത്ത് ആഴമേറിയ പഠനങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടാകണം. ദൈവം, സത്യവേദ പുസ്തകം, ഈ പ്രപഞ്ചം, ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം എന്താകുന്നു എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ തലമുറകൾക്ക് നൽകുന്നതിൽ നാം വിജയം കൈവരിച്ചിരിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കാലം കുറയായി 70, 80, 90 വർഷമായി ദൈവത്തെ വചനം കേൾക്കുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കർത്താവ് നമ്മെ വിളിക്കുകയാണ്, മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ എന്ന് ദൈവം വിളിക്കുകയാണ്, അഭിസംബോധന ചെയ്യുകയാണ്. ദുഃഖകരമായ അനുഭവമാണ് പ്രിയമുള്ളവരെ. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? 3 ചിന്തകൾ ഞാൻ പറയട്ടെ. ഒന്ന്, അദൃശ്യമായതിനെ ജീവിതത്തിൽ ദൃശ്യമാക്കി തീർക്കുന്നത് പൂർണ്ണതയുള്ള ദൈവ പഠനമാകുന്നു. അദൃശ്യമായതിനെ ജീവിതത്തിൽ ദൃശ്യമാക്കി തീർക്കുന്നത് പൂർണ്ണതയുള്ള ദൈവ പഠനത്തിലൂടെയാകും. ഇതിൽ നിങ്ങൾക്കത് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എനിക്കറിയില്ല, ആ ലെവലിലേക്ക്. കാരണം ദൈവിക പ്രവൃത്തികൾ അദൃശ്യമാണ്. മനുഷ്യൻ്റെ സങ്കല്പത്തിനോ മനുഷ്യൻ്റെ ബുദ്ധിക്കോ ഒന്നും അത് അത്രത്തോളം നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കുവാനേ നമുക്ക് കഴിയത്തില്ല. കാരണം അദൃശ്യമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം അദൃശ്യമാണ്. ബട്ട് നമ്മുടെ ഒപ്പം കൂടെയുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്, നിറഞ്ഞു നിൽക്കുക. എന്നിലുണ്ട്, എന്നോടൊപ്പമുണ്ട്, എനിക്ക് ചുറ്റുമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇലക്ട്രിസിറ്റി നമുക്ക് കാണുവാൻ കഴിയില്ല, പവർ കാണുവാൻ കഴിയുന്നു, പക്ഷെ അത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് ചിന്തിച്ചേ, നാം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, പക്ഷേ അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൃശ്യമായല്ല, അദൃശ്യമായതാണ്. പക്ഷേ ഇവിടെ ബൈബിൾ പറയുന്നത് അതിനെ ദൃശ്യമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഡെഡിക്കേഷനിലൂടെ, പ്രാർത്ഥന, സമർപ്പണം ചെയ്യപ്പെട്ട ജീവിതത്തിലൂടെ അതിനെ നമ്മിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് നാം പൂർണ്ണമായി വിജയിക്കുന്നത്. പ്രിയമുള്ളവരെ, പൂർണ്ണതയുള്ള ദൈവവചന പഠനം അതിന് ആവശ്യമാണ്. എല്ലാവற்றைയും കോർത്തിണക്കിക്കൊണ്ട് പഠിക്കുക. ഇന്ന് ആരാണ് അതിന് താല്പര്യപ്പെടുക? ആർക്ക് സമയം? ഒരു കാലഘട്ടത്ത് വേദപുസ്തക പഠനങ്ങളിൽ പങ്കെടുത്ത് ഡെഡിക്കേഷനോട് പങ്കെടുത്ത കാലഘട്ടമുണ്ട്. ഇന്ന് ആർക്കും സമയമില്ല. അഥവാ വന്നിരുന്നാൽ തന്നെ അതിനോട് വലിയ കൂറൊന്നുമില്ല. ചിലരൊക്കെ ഇന്ന് ബൈബിൾ പഠിക്കുവാൻ വരുന്നത് വിശ്രമ കാലഘട്ടത്തിന് ശേഷമാണ്. എന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ചില ദൈവാലയങ്ങൾ നാം പരിശോധിക്കുമ്പോൾ റിട്ടയർഡ് ആയതിനു ശേഷം, കാരണം നല്ല കാലം, നല്ല സമയമെല്ലാം എന്താണ്, സ്വന്തം ഭോഗങ്ങൾക്ക് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടന്ന് ഓടരുതെന്നുള്ളതല്ല. പക്ഷെ അപ്പോഴൊന്നും സമയം വേർതിരിക്കാൻ പറ്റിയില്ല. എല്ലാം നശിച്ചപ്പോൾ, എല്ലാം തീർന്നപ്പോൾ, എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി എന്താണ്, മരണം മാത്രം മുന്നിൽ. ഇനി സത്യവേദ പുസ്തകത്തെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്തിനാ? ഫോർ വാട്ട്? ഇനി ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല, ഇനി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഇനി ബൈബിൾ പഠിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എന്താണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് നിത്യതയിൽ പ്രവേശിക്കണം, അതോ പർദീസ ഭാഗ്യത്തെ പ്രാപിച്ചെടുക്കണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരിക്കലും സാധ്യമല്ല. കാരണം പ്രസാദ കാലഘട്ടത്ത് അല്ലേ
ദൈവം ഒരു സമയം നമുക്ക് തന്നു, പക്ഷെ അതൊക്കെ നാം ദുർവിനിയോഗം ചെയ്തു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ മടങ്ങി വരാം. എല്ലായ്പ്പോഴും കള്ളന് കൊടുത്ത പർദീസ ഭാഗ്യം നമുക്കും ലഭിക്കുമെന്ന് ഒരിക്കലും കരുതരുതേ, അല്ലേ? ചിലരൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഒടുവിൽ കള്ളൻ അവസാന ഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് ക്രൂശിൽ കിടന്ന് അവന് പർദീസ ഭാഗ്യം കിട്ടിയല്ലോ. ഒരിക്കലും അങ്ങനെ, അത് അന്നത്തെ ആ ഒരു കോണ്ടസ്റ്റാണ്, അന്നത്തെ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ എല്ലാവർക്കും ജീവിത സായാഹ്നത്തിൽ മരണസമയത്ത് ഒരു പശ്ചാത്തലവും അനുതാപവും വന്നു കഴിഞ്ഞാൽ അവനെ ഉടനെ പർദീസയിൽ കൈക്കൊള്ളും എന്ന ആ ഒരു ധാരണ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. കാരണം ഇന്ന് നമ്മുടെ മുമ്പിൽ സത്യവേദ പുസ്തകം പൂർണ്ണമായിട്ട് നൽകപ്പെട്ടിരിക്കുക, നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, സമീപത്തായി ഉണ്ട്. പ്രിയമുള്ളവരെ, അദൃശ്യമായതിനെ ജീവിതത്തിൽ ദൃശ്യമാക്കി തീർക്കുന്നത് പൂർണ്ണമുള്ള ദൈവവചന പഠനമാണ്. ദൈവമെന്ന സത്യത്തെ ആർക്കും കാണുവാൻ കഴിയുന്നില്ല, പക്ഷെ എന്നിലൂടെ അത് ദൃശ്യമാക്കി തീർക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അതിനെ സഹായിക്കുന്ന വേദപുസ്തക പഠനമാണ്. ദൈവം എന്നത് ആരാകും, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്, അത് എന്നിലൂടെ വെളിപ്പെടണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവം മനുഷ്യനെ കൂടാതെ ഒന്നും ചെയ്യുന്നില്ല, മനുഷ്യൻ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ ദൈവത്തെ സ്വാംശീകരിച്ച് ദൈവിക സ്വഭാവങ്ങൾ നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ, യെസ് there is a God എന്ന് പറയുവാൻ മറ്റുള്ളവർക്ക് കഴിയണം. എന്നെയും നിങ്ങളെയും നോക്കി there is a God and God's power എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. ആ അനുഭവത്തിൽ നാം ആയിത്തീരണമെന്നാണ് ഒന്നാമതായി നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. രണ്ടാമത്തെ ചിന്ത, അസാധ്യമായതിനെ ജീവിതത്തിൽ സാധ്യമാക്കി തീർക്കുന്നത് പൂർണ്ണമായ വേദപുസ്തക പഠനമാകും. അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുവാൻ, അല്ലേ? ഇതിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിശ്വാസം, വിശുദ്ധി, വിശ്വസ്തത, വിനയം, വിവേകം, വിശ്വാസം, ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി മാറ്റുവാൻ നമ്മൾ കഴിയണം. അതിൻ്റെ ഒരു കൊച്ചു ഉദാഹരണമാണ്, നമുക്കറിയാം, ബഥാനിയയിലെ ലാസർ മരിക്കുന്ന സമയത്ത് 4 ദിവസം കഴിഞ്ഞാൽ യേശു അവിടെ വരുന്നത്. അടക്കം ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വരികയാണ്. വരുന്ന സമയത്ത് ആദ്യം മാർത്തയാണ് ഓടി വരുന്നത്. ഓടി വന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തുകയാണ്, ഗുരുവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഒന്ന് ചിന്തിക്കണേ, എത്രയോ നാളുകളായി ആ വീട്ടിൽ വന്നു പോകുന്ന ക്രിസ്തു വീട്ടിലൊരു അടിയന്തര ആവശ്യം പറഞ്ഞപ്പോൾ, അത്യാവശ്യ കാര്യം പറഞ്ഞ് ആളയച്ചപ്പോൾ യേശു വരുന്നില്ല. അപ്പൊ തന്നെ അയൽവാസികളെല്ലാം ഇപ്പോൾ എന്താണ് കളിയാക്കുകയാണ്. കാരണം കണ്ടോ, ഇത്രയും നാൾ ആ ഗുരുവിനെ നീ പോഷിപ്പിച്ച്, പക്ഷെ എന്ത് ചെയ്യുക, നിന്റെ സഹോദരനെ രക്ഷിപ്പാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ലല്ലോ. നിങ്ങളെ ശക്തമായി അവൻ ഉപയോഗിച്ചു, പക്ഷേ ഇപ്പോൾ എന്താണ്, ഇവിടെ വന്ന് ഭക്ഷിച്ചു, ഇവിടെ വന്ന് പാർത്തു, ഉറങ്ങി സുഖേന കഴിഞ്ഞുപോയി. പക്ഷേ നിങ്ങൾക്കൊരാപത്ത് വന്നപ്പോൾ ആ ഗുരു നിങ്ങളെ സഹായിപ്പാൻ ഇല്ലാതായി പോയല്ലോ. ഒന്ന് ചിന്തിക്കണേ, അസാധ്യമായ അനുഭവങ്ങൾ, ഒന്നും സാധ്യമാകാത്ത അനുഭവങ്ങൾ. അപ്പോൾ അവിടെയാണ് മാർത്ത വന്ന് ആദ്യം പറയുകയാണ്, ഗുരുവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിനർത്ഥം അങ്ങ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അത്ഭുതം സംഭവിക്കാത്തത്. അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊരു വലിയ കാഴ്ചപ്പാടാണ്. പല അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന കാഴ്ചപ്പാട് നമ്മിലുണ്ടാകണം. ഒരു വലിയ ഇൻസൈറ്റാണ് പ്രിയമുള്ളവരെ, ഇത് നമ്മിൽ ഉണ്ടാകണം, രൂപപ്പെടണം. ഈ ചിന്തയിലേക്ക്, ഈ തലത്തിലേക്ക്, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന ഈ തലത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ. ഒരിക്കൽ കനാനിയ സ്ത്രീ വന്ന് യേശുവായിട്ട് സംവാദിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, യേശു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയ, ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഒന്ന് ചിന്തിക്കണേ, ഈ ഒരു ഡെപ്തിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കണം. അതാണ് അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം. That we need faith. ഒരു കോൺക്രീറ്റ് ഫെയ്ത്ത് നമുക്ക് വേണം. അതിന് വേണ്ടത് ഹോളി ബൈബിൾ. അതിനെ പൂർണ്ണമായി വിശകലനം ചെയ്ത് പഠിക്കുവാനുള്ള ഒരു കൃപ, ഒരു മനസ്സ് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇമ്പോസിബിളാണ്. നാം ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ശരാശരി ക്രിസ്ത്യാനി, ഒരു സാധാരണ വിശ്വാസത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി മനസ്സിലാക്കിയിട്ടുള്ളത്, എന്തെങ്കിലുമൊക്കെ നീട് വന്നു കഴിഞ്ഞാൽ ഓടിച്ച് വന്ന് മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക, എവിടെന്നെങ്കിലും ഒരു വചനം വായിക്കുക, ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേൾഡ് ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റി എന്ന വേൾഡ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ക്രിസ്തു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു, അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഓടിപ്പോവുക, പ്രാർത്ഥിക്കുക, നേടിയെടുക്കുക, പോയിട്ടേ ഇരിക്കുക, അല്ലേ? നോ, ഇതല്ല പ്രിയമുള്ളവരെ. ഇതിനൊക്കെ അപ്പുറത്ത് ഒരു സ്ട്രക്ചറലായിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തിയിരിക്കണം.
വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ. അതിന് സഹായിക്കുന്നത് ഓൺലി ഈ ലോകത്തിലെ ഒരേ ഒരു വസ്തുവാണ് ദ ഹോളി ബൈബിൾ, ലിവിങ് വേർഡ് ഓഫ് ഗോഡ്. ഈ ബൈബിളാണ് അസാധ്യങ്ങൾ സാധ്യമാക്കുവാൻ നമ്മെ സഹായിക്കുന്നതെന്ന് ഓർക്കുക. ഏറ്റവും ഒടുവിലായി ഒരു ദൈവ പൈതലിനെ പൂർണ്ണമായ ദൈവവിശ്വാസത്തിൽ നിർത്തുന്നത് ദൈവവചന പഠനമാണ്. പ്രിയരെ, ഒരു ദൈവ പൈതലിനെ പൂർണ്ണമായ ദൈവവിശ്വാസത്തിൽ നിർത്തുന്നത് ദൈവവചന പഠനമാണ്. ഈ ദൈവവചനം നമ്മൾ പഠിച്ച് ഗ്രഹിച്ച് ധ്യാനിച്ച് വരുന്നതിലൂടെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫെയ്ത്തിൽ ദൈവം നമ്മളെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഞാൻ മുൻ നാളുകളിലൊക്കെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ 3 തലങ്ങളുണ്ട്. 1 സാധാരണ വിശ്വാസം, 2 വലിയ വിശ്വാസം, 3 വിലയേറിയ വിശ്വാസം. ഈ 3 തട്ടുകളുണ്ട്. അപ്പോൾ ഈ ഏറ്റവും പൂർണ്ണതയുള്ള തട്ടാണ് വിലയേറിയ വിശ്വാസം എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ തട്ടായിട്ട് നാം വളരണം. ഇന്ന് 90% ക്രൈസ്തവർ സാധാരണ വിശ്വാസത്തിലാണ് നിലകൊള്ളുന്നത്. ഒരു 10% ഉള്ളിൽ മാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ചിലരൊക്കെ വലിയ വിശ്വാസത്തിലും വിലയേറിയ വിശ്വാസത്തിലും ജീവിക്കുക എന്ന് പറയുന്നത് സത്യമാ പ്രിയമുള്ളവർ. നമ്മളത് ഓരോരുത്തർ ലൈഫിൽ പരിശോധനകളൊക്കെ വരുമ്പോൾ അറിയാൻ സാധിക്കും എത്രത്തോളം അവർ കർത്താവിനെ മുറുകെ പിടിക്കുന്നു, എന്തുകൊണ്ട് മുറുകെ പിടിക്കുന്നു, എന്തിനാണ് അവർ കർത്താവിനെ പിൻപറ്റുന്നത്, എന്തിനാണ് ആലയത്തിൽ പോകുന്നത്, എന്തിനാണ് ബൈബിൾ വായിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ദൈവനാമത്തിൽ. ഇതൊക്കെ അവരുടെ ഡെപ്തിൽ പോകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ചെയ്യുന്നവരെല്ലാവരും പൂർണ്ണതയുള്ള ക്രിസ്ത്യൻസ് ആണ്, ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തുവിൻ്റെ പേരിലാണ് ഇന്ന് അനേകം പേർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ലേബലിലാണ്. പക്ഷെ നമുക്കൊരു പൂർണ്ണമായ വിശ്വാസം കൊണ്ടുവരുന്നത് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. സിസ്റ്റമാറ്റിക് ആയിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരാളുടെ ജീവിതത്തിലായിരിക്കും പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ കണികൾ. അങ്ങനെ ഒരു വൃക്ഷം പൂത്തുരഞ്ഞ് നിൽക്കുന്ന അനുഭവത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു സമൃദ്ധി നോക്കിക്കാണുവാൻ കഴിയുന്നത്. നമുക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകണം. നമുക്കറിയാം ഈ വിഷു നാളുകളിലൊക്കെ ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഈ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് അല്ലേ, ഇലകളൊന്നും അധികം കാണുവാൻ കഴിയത്തില്ല. പക്ഷേ പൂ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കാണുവാൻ എത്ര മനോഹരമായിരിക്കും അല്ലേ, എത്ര മനോഹരമായിരിക്കും. ഇലകളൊന്നും കാണാൻ പറ്റത്തില്ല. പല കണിക്കൊന്ന അല്ലേ വൃക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റും, പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഇതുപോലെ ആകണം ഒരു പെർഫെക്റ്റ് ബിലീവർ ഓഫ് ക്രൈസ്റ്റ്. ഒരു ശരിയായ കർത്താവിൻ്റെ ശിഷ്യയ്ക്ക് ഇങ്ങനെ വിശ്വാസം കൊണ്ട് പൂരിതമായ വിശ്വാസം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. യെസ്, മൈ ഗോഡ് ഈസ് ലിവിങ്, ഗോഡ് വിൽ ഡു. ദൈവം നടത്തും. കാരണം മൈ ഫെയ്ത്ത് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം എന്നെ പ്രേരിപ്പിച്ചാണ്. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് കിട്ടുന്നതല്ല, ഒരു കൊച്ചു കാലഘട്ടത്തിലെ പഠനം കൊണ്ട് കിട്ടുന്നതല്ല. ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള വേദപുസ്തക വചനവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം, അതിൽ ഇഴുകിച്ചേരുന്ന അനുഭവങ്ങൾ ആ മനുഷ്യനെ ആ തലത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങൾ, അവരനുഭവത്തിലേക്ക് മടങ്ങി വരാമോ? ബുദ്ധിഹീനരായ ക്രിസ്ത്യാനികളായിട്ടല്ല, ബുദ്ധിയുള്ള കന്യകമാരായി. പ്രിയമുള്ളവരെ, നോക്കുമ്പോൾ നമ്മൾ സമൃദ്ധിയായ ദൈവവചനത്തിൻ്റെ നിറവ് ഉണ്ട് എന്നതും അത് ഗ്രഹിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന ആ ബോധ്യത്തോടെ മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മായതിലേക്കായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരെയാണ് യേശു ബുദ്ധിഹീനരെ മന്ദബുദ്ധികളെ എന്ന് അഭിസംബോധന ചെയ്തത്? ആരെയാണ് യേശു ബുദ്ധിഹീനരെ മന്ദബുദ്ധികളെ എന്ന് അഭിസംബോധന ചെയ്തത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വചനങ്ങൾ ഫലപ്രദമായാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നാഥ, ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ആരാധിപ്പാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ആയുസ്സിൽ ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി പിതാവേ. ദൈവമേ, ഞങ്ങൾ ബുദ്ധിഹീനരായ ദൈവമക്കളായിട്ടല്ല കർത്താവെ, ബുദ്ധിയുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അദൃശ്യമായതിനെ ദൃശ്യമാക്കി തീർക്കുന്ന പൂർണ്ണമായ വേദപുസ്തക പഠനം, അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്ന പൂർണ്ണമായ വേദപുസ്തക പഠനം, വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ഒരനുഭവത്തിലെത്തുവാൻ വേദപുസ്തകത്തിലെ
ആഴമേറിയ പഠനങ്ങൾ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായ ഞങ്ങൾ ഉയർത്ത ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ സത്യവേദ പുസ്തകത്തെ കൂടുതൽ ഗ്രഹിക്കുവാനും മനനം ചെയ്തുകൊണ്ട് അങ്ങയുടെ പിന്നാലെ ഒരു യഥാർത്ഥ അനുയായിയായി അങ്ങേ അനുഗമിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. വചനം ശ്രവിച്ച എല്ലാവരെയും അവിടുത്തെ നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരണമേ അപ്പ. അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തിനുമായ കർത്താവിൻ്റെ കരങ്ങളിൽ അത് എല്ലാവരെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ ദൈവകരങ്ങൾ തരുന്നു. അവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കുക. തലമുറകളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ തന്നിരിക്കുന്ന ജീവിതം നാഥ ദൈവനാമ മഹത്വത്തിനായി കർത്താവെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം, നന്മ, സമാധാന, സന്തോഷം നിങ്ങളെ വരും ഇന്നും സർവദാ സദാകാലം കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ശരിയായ ഒരു വേദപുസ്തക പഠനത്തിലൂടെ അദൃശ്യമായതിനെ ദൃശ്യമാക്കുവാനും അസാധ്യമായതിനെ സാധ്യമാക്കുവാനും വിശ്വാസത്തിൻ്റെ പരിപൂർണതയിൽ പ്രവേശിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു.